നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി അയ്യപ്പ ഭക്തനാണെന്ന അഭിപ്രായം വെള്ളാപ്പള്ളിയുടേതെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം. താൻ അറിയുന്ന പിണറായി വിജയൻ മാർക്സിസ്റ്റാണ്. GST നിരക്കിലെ മാറ്റം നിയമവിരുദ്ധം. മാറ്റം ട്രംപിനെ തൃപ്തിപ്പെടുത്താൻ. രാജ്യത്ത് തൊഴിൽ മേഖലയിൽ പ്രതിസന്ധികൾ രൂക്ഷമെന്നും എളമരം കരീം. പാലക്കാട്ട് CITU ജില്ലാ കൗൺസിൽ. അയ്യപ്പ സംഗമം വൻ പരാജയമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. സംഘാടകരുടെ കാപട്യം അയ്യപ്പ ഭക്തർ തിരിച്ചറിഞ്ഞു. KPSTA വിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്ക് ഒറ്റപ്പാലത്ത് സ്വീകരണം. ലഹരിക്കെതിരെ മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് 24-ന് പാലക്കാട്ട്. സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് മൂലം കേരളം ലഹരിയുടെ ഹബ്ബായി മാറിയെന്ന് VK ശ്രീകണ്ഠൻ MP. പശ്ചാത്തല മേഖലയിലെ വികസനത്തിൽ കേരളം ചരിത്രപരമായ മുന്നേറ്റമാണ് കൈവരിച്ചതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ദേശീയപാത വികസനം ഒരു ഉദാഹരണം മാത്രം. സംസ്ഥാനത്ത് 8000 കിലോമീറ്റർ ദൂരം പൊതുമരാമത്ത് റോഡുകൾ ആധുനിക രീതിയിൽ നവീകരിക്കാൻ സർക്കാരിനായെന്നും മന്ത്രി. തൃത്താല മണ്ഡലത്തിലെ നവീകരണം പൂർത്തിയായ കാലടി ആനക്കര റോഡ് നാടിന് സമർപ്പിച്ചു. ഒറ്റപ്പാലത്ത് പട്ടാപ്പകൽ കവർച്ച. തമിഴ്നാട് സ്വദേശിയായ യുവതിയുടെ വീട്ടിൽ നിന്ന് സ്വർണവും പണവും കവർന്നു. നഷ്ടപ്പെട്ടത് 2 പവൻ സ്വർണവും 42,000 രൂപയും. വടക്കാഞ്ചേരിയിൽ യുവാവിന്റെ ആത്മഹത്യ. വനം വകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാക്കി BJP. വടക്കാഞ്ചേരി ഫോറസ്റ്റ് സ്റ്റേഷൻ BJP പ്രവർത്തകർ ഉപരോധിച്ചു. കാട്ടുപന്നി ഇറച്ചി വാങ്ങിയെന്ന കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് സ്വദേശി മിഥുൻ ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ ദിവസം. മിഥുന്റെ കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി നൽകും വരെ സമരമെന്ന് BJP നേതാക്കൾ. ഭക്തിയുടെ നിറവിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം. ക്ഷേത്രങ്ങളിൽ വിശേഷ ചടങ്ങുകൾ. ബൊമ്മക്കൊലുവൊരുക്കി വിശ്വാസികൾ. വാർത്തകൾ വിശദമായി. GST നിരക്കിലെ മാറ്റം നിയമവിരുദ്ധമെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം. ട്രംപിനെ തൃപ്തിപ്പെടുത്താനാണ് ഈ മാറ്റം. മുഖ്യമന്ത്രി അയ്യപ്പ ഭക്തനല്ല, മാർക്സിസ്റ്റാണെന്നും ഭക്തനാണെന്ന അഭിപ്രായം വെള്ളാപ്പള്ളിയുടേതാണെന്നും എളമരം കരീം പാലക്കാട്ട് പറഞ്ഞു. കേരളത്തിന് നാശം വിതയ്ക്കുന്നതാണ് GST മാറ്റമെന്നും എളമരം കരീം പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചത് CPM അല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. വിശ്വാസം സംരക്ഷിക്കാൻ ഭരണഘടനയ്ക്കുള്ളിൽ നിന്ന് ചെയ്യാവുന്നത് സർക്കാർ ചെയ്യും. ക്രൈസ്തവ മുസ്ലിം സംഗമങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ഇതൊക്കെ വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും എളമരം കരീം പറഞ്ഞു. ശബരിമലയുടെ വികസനമാണ് അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിച്ചത്. അയ്യപ്പ സംഗമത്തിലെ സെമിനാർ തുടങ്ങുന്ന സമയത്തെ ആളൊഴിഞ്ഞ കസേരയുടെ ചിത്രമാണ് പ്രചരിപ്പിച്ചതെന്നും എളമരം കരീം പറഞ്ഞു. പിണറായി വിജയൻ മാർക്സിസ്റ്റാണ്. ഭക്തനാണെന്ന അഭിപ്രായം വെള്ളാപ്പള്ളിയുടേതാണ്. പിണറായി ഇടതുപക്ഷ മൂല്യമാണ് ഉയർത്തിപ്പിടിക്കുന്നതെന്നും എളമരം കരീം കൂട്ടിച്ചേർത്തു. GST കൗൺസിൽ എന്ന് പറയുന്ന ബോഡിയാണ് നികുതി നിരക്കുകൾ നിശ്ചയിക്കുന്നത്, മാറ്റം വരുത്തണമെങ്കിൽ ആലോചിക്കുന്നത്. ഇവിടെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയാണ് GSTയിൽ മാറ്റം വരുത്തുമെന്ന്. അത് നിയമവിരുദ്ധമായ നടപടിയാണ്. ഈ ആഗോള അയ്യപ്പ സംഗമം CPMുമായി ബന്ധപ്പെടുത്തേണ്ട, അത് ഒരു നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തതാണ്. നിങ്ങൾക്കറിയില്ല, ഹജ്ജ് കമ്മിറ്റി ഹജ്ജ് തീർത്ഥാടകരുടെ സൗകര്യത്തിന് വേണ്ടി എന്തെല്ലാം പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്? ആരെങ്കിലും വിവാദമാക്കിയിട്ടുണ്ടോ? ഹജ്ജ് ആദ്യത്തെ ഫ്ലൈറ്റ് പോകുമ്പോൾ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരൊക്കെ പോകാറുണ്ട്. വലിയ സമ്മേളനമായി അത് ചേരാറുണ്ട്. ഹജ്ജ് ഹൗസുകൾ ഉണ്ടാക്കാറുണ്ട്. ഏതെങ്കിലും മതത്തെ പീഡിപ്പിക്കാനാണ് അതൊക്കെ ചെയ്യുന്നത്? അതിനെ മതവൽക്കരിക്കുന്നത് എങ്ങനെ, എത്രമാത്രം പ്രത്യാഘാതങ്ങളുണ്ടാവും? ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പശ്ചാത്തല മേഖലയിലെ വികസനത്തിൽ കേരളം ചരിത്രപരമായ മുന്നേറ്റമാണ് കൈവരിച്ചതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. തൃത്താല മണ്ഡലത്തിലെ ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച കാലടി ആനക്കര റോഡ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് 8000 കിലോമീറ്റർ ദൂരം പൊതുമരാമത്ത് റോഡുകൾ ആധുനിക രീതിയിൽ നവീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞു. 13,000 കോടി രൂപയാണ് അതിനുവേണ്ടി വിനിയോഗിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ഒരിക്കലും നടക്കില്ലെന്ന് പലരും കരുതിയ വികസനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ദേശീയപാത വികസനം അതിനൊരു ഉദാഹരണം മാത്രമാണ്. തീരദേശ ഹൈവേ കൂടി പൂർണ്ണമാകുന്നതോടെ കേരളത്തിൻ്റെ വാണിജ്യ വിനോദസഞ്ചാര മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.
ആകെയുള്ള 30,000 പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകൾ, 30,000 കിലോമീറ്റർ റോഡുകൾ. ആ റോഡുകളിൽ 50% റോഡുകളിലും BMNBC നിലവാരത്തിൽ നവീകരിക്കുമെന്നതായിരുന്നു ഈ സർക്കാർ അധികാരത്തിലേറുമ്പോൾ പ്രഖ്യാപിച്ചത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് BMNBC. ദീർഘകാലം ഈട് നിൽക്കും, ചെലവ് കൂടുതലാണ്. എന്നാൽ 5 വർഷം കൊണ്ട് 50% റോഡുകൾ BMNBC ആക്കുമെന്നുള്ള ലക്ഷ്യം 4.25 വർഷം കൊണ്ട് പൂർത്തിയാക്കാനായി എന്ന സന്തോഷപരം നിങ്ങളെ അറിയിക്കുകയാണ്. പാലങ്ങളുടെ കാര്യത്തിലും നമുക്ക് ഇതുപോലെ മുന്നേറ്റം സൃഷ്ടിക്കാനായി. ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയാണ് പൊതുമരാമത്ത് വകുപ്പ് മുന്നോട്ട് പോകുന്നത്. തൃത്താല നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ വികസന നിർദ്ദേശങ്ങളാണ് ബഹുമാന്യനായ മന്ത്രി ശ്രീ MP രാജേഷ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. ആ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾക്ക് പരിപൂർണ പിന്തുണ ഇന്നലെ വരെ നൽകിയതുപോലെ തുടർന്നും നൽകി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് കൂടെ ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുതിയ തൃത്താലയെ സൃഷ്ടിക്കുന്നതിനായി നൂതന പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി MP രാജേഷ് പറഞ്ഞു. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PK മിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ടീച്ചർ, ആനക്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ബാലചന്ദ്രൻ, PC രാജു, പഞ്ചായത്ത് അംഗം P സാലിഹ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MP കൃഷ്ണപ്രസാദ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലത്ത് പട്ടാപ്പകൽ കവർച്ച. വർഷങ്ങളായി ഒറ്റപ്പാലത്ത് താമസിക്കുന്ന തമിഴ്നാട്ടുകാരിയായ യുവതിയുടെ വീട്ടിൽ നിന്ന് പണവും സ്വർണവും കവർന്നു. 2 പവൻ സ്വർണവും 42,000 രൂപയുമാണ് കവർന്നത്. മായന്നൂർ പാലത്തിനടുത്ത് റെയിൽവേ പാളത്തിന് സമീപം താമസിക്കുന്ന ആനന്ദിയുടെ വീട്ടിൽ തിങ്കളാഴ്ച രാവിലെയാണ് മോഷണം നടന്നത്. രാവിലെ 8:30യോടെ ആനന്ദി വീട് പൂട്ടി ഭാരതപ്പുഴയിലേക്ക് കുളിക്കാൻ പോയ സമയത്താണ് മോഷണം നടന്നത്. വീടിൻ്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കടന്നിരിക്കുന്നത്. അലമാറയിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പണവും സ്വർണ്ണമാലയുമാണ് കവർന്നത്. ലോക്കർ മടവാൾ ഉപയോഗിച്ച് വെട്ടിപ്പൊളിച്ച നിലയിലാണ്. സ്വർണം സൂക്ഷിച്ചിരുന്ന ചെറിയ ബാഗ് അലമാറയുടെ താഴെ തന്നെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. മടവാൾ അലമാറയുടെ ഉള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കുളി കഴിഞ്ഞ് 9:30 മണിയോടെ തിരിച്ചെത്തിയപ്പോൾ വാതിൽ തുറന്നിട്ട നിലയിലായിരുന്നു. വീടിനുള്ളിലെ മറ്റൊരു അലമാരയും കുത്തി തുറന്നിട്ടുണ്ട്. പുതിയ വീട് നിർമ്മിക്കുന്ന ആവശ്യത്തിന് പണയം വയ്ക്കാനായി മകളുടെ പക്കൽ നിന്ന് വാങ്ങിയ ആഭരണമാണ് മോഷണം പോയത്. 10 ദിവസം മുമ്പാണ് സ്വർണം വാങ്ങിയ അലമാരയിൽ സൂക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ 40 വർഷത്തിലധികമായി ആനന്ദി ഒറ്റപ്പാലത്താണ് താമസം. മകൾക്ക് കോഴിക്കോട്ടാണ് ജോലി. പരാതി നൽകിയതിനെ തുടർന്ന് ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കാട്ടുപന്നി ഇറച്ചി വാങ്ങിയെന്ന കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് സ്വദേശി മിഥുൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വനം വകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാക്കി BJP പ്രവർത്തകർ വടക്കാഞ്ചേരി ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചു. അറസ്റ്റിന് ശേഷം മിഥുൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ പീഡനവും മർദ്ദനവും മൂലമായിരുന്നു ആത്മഹത്യയെന്നാണ് ആരോപണം. സംഭവത്തിന് ഉത്തരവാദികളായ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കുക, മിഥുൻ്റെ കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BJP ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഒരു പെറ്റി കേസ് പോലും പോലീസിന്റെ ഒരു ഇതിൽ പോലും ആ വ്യക്തിയുടെ പേരില്ല. നിങ്ങൾ പരിശോധിക്കണം, ഈ മാധ്യമങ്ങളൊക്കെ പരിശോധിക്കണം. ആ വ്യക്തിനെയാണ് വിൽപ്പന നടത്തി എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളിൽ ന്യൂസ് വന്നത്. ആ ഒരൊറ്റ ന്യൂസ്. ഇന്നലെ ഭാര്യ അവിടെ കരഞ്ഞ്, അമ്മയും ഭാര്യയൊക്കെ കരയണ കേൾക്കുമ്പോൾ ഞങ്ങൾ ചങ്കുപെട്ടായിരുന്നു. ചേട്ടൻ എത്ര പ്രാവശ്യം പറഞ്ഞാണ് ചേട്ടൻ്റെ അടുത്ത് അവർ ന്യൂസ് വന്നൂടെ, ചേട്ടന് ഞങ്ങൾക്ക് അറിയാലോ. ഈ പോലീസ് ഈ ഫോറസ്റ്റ് ഓഫീസിന് ആ മൊബൈൽ ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ ആ മൊബൈൽ കിട്ടിയല്ലോ എന്ന് അറിയാൻ വേണ്ടിട്ട് ആളെ ഞങ്ങൾക്ക് കാണാൻ പറ്റണ്ടേ. ഞങ്ങൾ 5:30 വരെ ആളെ തെരഞ്ഞെടുക്കരുത്. അവിടെ ചെന്നപ്പോൾ ചോദിച്ചപ്പോ അവിടെ വന്നിട്ടില്ല. അതേസമയം സംഭവത്തിൽ ജില്ലാ ഭരണകൂടം സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. KPSTA വിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്ക് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകി.
സ്വീകരണയോഗം KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. 8 കോടി ചെലവഴിച്ച് നടത്തിയ അയ്യപ്പ സംഗമം വൻ പരാജയമായെന്ന് ബൽറാം പറഞ്ഞു. സർക്കാരിൻ്റെ കാപഢ്യത്തിന് അയ്യപ്പ ഭക്തർ നൽകിയ മറുപടിയാണ് സംഗമത്തിനുണ്ടായ പരാജയമെന്ന് VT ബൽറാം പറഞ്ഞു. യഥാർത്ഥ അയ്യപ്പ ഭക്തർ കാപഢ്യം തിരിച്ചറിഞ്ഞു. 7-8 കോടി രൂപ ചെലവഴിച്ചിട്ട് അവിടെ ആയിരക്കണക്കിന് കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്ന തരത്തിൽ ആ പരിപാടി ഒരു സമ്പൂർണ്ണ പരാജയമായി മാറിയെങ്കിൽ ഈ കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക്, ഇവിടുത്തെ അയ്യപ്പ ഭക്തരടക്കമുള്ള വിശ്വാസികൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് തന്നെയാണ് അത് തെളിയിക്കുന്നത്. നിങ്ങളുടെ ഈ കാപട്യത്തിന് നിന്ന് തരാൻ യഥാർത്ഥ അയ്യപ്പ ഭക്തർ തയ്യാറല്ല എന്നുള്ളതാണ് അത് തെളിയിച്ചത്. എന്നിട്ട് എന്താ പറഞ്ഞു, ഒഴിഞ്ഞു കിടക്കുന്ന കസേര മുഴുവൻ AI ആണ് അല്ലേ? ഈ നിലയിലുള്ള ന്യായീകരണമാണ്. അവിടെ AC-യുടെ തണുപ്പ് കൂടുതലായിരുന്നു, അതുകൊണ്ട് കുറേ ആളുകൾ വെയിൽ കൊള്ളാൻ വേണ്ടി പുറത്തിറങ്ങിയെന്നാണ്. KPSTA സംസ്ഥാന പ്രസിഡന്റ് K. അബ്ദുൾ മജീദ്, സെക്രട്ടറി PK അരവിന്ദൻ, ട്രഷറർ വട്ടപ്പാറ അനിൽ എന്നിവരാണ് വിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്ര നയിക്കുന്നത്. യാത്രയ്ക്ക് ഒറ്റപ്പാലത്ത് നൽകിയ സ്വീകരണത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. സുനിൽകുമാർ, സെക്രട്ടറിമാരായ P. മനോജ്, ജോൺ പോസ്കോ, KPSTA ജില്ലാ പ്രസിഡന്റ് ഷാജി തെക്കലിൽ, വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് MP സതീഷ്, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് M. രാധാകൃഷ്ണൻ, ഒറ്റപ്പാലം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. മായ ടീച്ചർ, അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ S. നസീർ ഹുസൈൻ, PK ഹരിനാരായണൻ, K. ശ്രീജേഷ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ മുഹമ്മദ് അലി നാലകത്ത്, P. പ്രേമദാസ്, K. ശിവപ്രകാശൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. രാജ്യത്ത് തൊഴിലില്ലായ്മയും തൊഴിൽ പ്രതിസന്ധിയും രൂക്ഷമെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം. ഓരോ വർഷവും തൊഴിൽ നഷ്ടപ്പെടുന്നവരുടെയും തൊഴിൽ സുരക്ഷ നഷ്ടപ്പെടുന്നവരുടെയും എണ്ണം വർദ്ധിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പാലക്കാട്ട് CITU ജില്ലാ കൗൺസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എളമരം കരീം. ട്രംപിൻ്റെ സാമ്പത്തിക നയം അടിച്ചേൽപ്പിക്കുന്നതിലൂടെ രാജ്യത്തിൻ്റെ തൊഴിലാളി സംസ്കാരം കോർപ്പറേറ്റുകൾക്ക് പൂർണ്ണമായും കീഴടങ്ങുമെന്നും എളമരം കരീം ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ കയറ്റുമതി നയവും തീരുവ നയവും തീരുമാനിക്കുന്നത് ട്രംപാണ്. രാജ്യത്തേക്ക് കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്ക് വാതിൽ തുറന്നുവെച്ചതോടെ ആഗോള മത്സരങ്ങൾക്കിടയിൽ ഇന്ത്യൻ വ്യവസായം ഇല്ലാതാകും. രാജ്യത്തെ പരമ്പരാഗതവും അല്ലാത്തതുമായ വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിന് നയവും നിലപാടുമില്ലാത്തത് കേരളത്തിൻ്റെ പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ചയ്ക്ക് വഴിവെച്ചു. കേരളത്തിൻ്റെ ജനകീയ ആവശ്യങ്ങളെ ഇല്ലാതാക്കാനും തകർക്കാനുമാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും എളമരം കരീം കുറ്റപ്പെടുത്തി. മനുഷ്യത്വം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ഈ ക്രൂരമായ ആക്രമണം നടത്തുമ്പോൾ അതിനെ അപലപിക്കാൻ നരേന്ദ്രമോദി തന്നെ സന്നദ്ധമാണ്. അതവരുടെ രാഷ്ട്രീയവുമുണ്ട്, കുറച്ച് മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയവും അവരുടെ മനസ്സിൽ കുറച്ചുണ്ട്. സാമ്രാജ്യത്വ ദാസ്യ മനോഭാവവും എല്ലാം കൂടി ചേർന്നതാണ്. പലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും അവർക്ക് അനുകൂലമായ പ്രക്ഷോഭങ്ങൾ, ജനകീയ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കാനും CITU ആഹ്വാനം ചെയ്തു. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? CITU ജില്ലാ പ്രസിഡന്റ് PN മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി M. ഹംസ, സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ, TK നൌഷാദ്, SB രാജു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളം തിരുത്തിക്കാട് പാടശേഖരത്തിലെ കൃഷിയിടത്തിൽ വൻതോതിൽ കക്കൂസ് മാലിന്യം തള്ളി. ഇന്നലെ അർദ്ധരാത്രിയിലാണ് സാമൂഹ്യവിരുദ്ധർ കൃഷിയിടത്തിൽ വൻതോതിൽ കക്കൂസ് മാലിന്യം തള്ളിയത്. വലിയ ടാങ്കറുകളിൽ കൊണ്ടുവന്നാണ് കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുന്നത്. മാലിന്യം തള്ളിയതോടെ ഏക്കർ കണക്കിന് കൃഷിയിടത്തിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുകി. കൃഷിയിടത്തിൽ മാലിന്യം നിറഞ്ഞതോടെ തൊഴിലാളികൾ പണിക്ക് ഇറങ്ങാതായി. ഇതോടെ കർഷകർ പ്രതിസന്ധിയിലാണ്. വിവരമറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലിൻ്റെ നേതൃത്വത്തിലുള്ള നഗരസഭാ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. മേഖലയിൽ 3ാം തവണയാണ് കക്കൂസ് മാലിന്യം തള്ളുന്നത്.
ഇതോടെ ക്യാമറ വയ്ക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായും കർഷകർ ഏറെ പ്രയാസപ്പെട്ടാണ് കൃഷി ഇറക്കിയതെന്നും വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ക്യാമറ വയ്ക്കാനുള്ള നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു പാടശേഖരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൊതുവേ മാലിന്യ പ്രശ്നം നേരിടുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് കർഷകർ കുറേ പ്രയാസപ്പെട്ടിട്ടാണ് ഇവിടെ കൃഷി ഇറക്കുന്നത്. ആ ഒരു സ്ഥലത്താണ് ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധരെ കക്കൂസ് മാലിന്യം തട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഹെൽത്തുകാർ വന്നിട്ട് ബ്ലീച്ചിങ് പൗഡർ ഇടുന്ന പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെയുള്ള ആളുകളുടെ സഹായത്തോടുകൂടി ക്യാമറകൾ പരിശോധിക്കാനൊക്കെ ഉണ്ട്. മാലിന്യം തള്ളിയതോടെ കൃഷിയിടത്തിൽ പണിക്കാർ ഇറങ്ങുന്നില്ലെന്ന് 9 ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്ത കർഷകൻ കെ കേശവൻ പറഞ്ഞു. ഇറങ്ങാൻ പറ്റാതെ ഈ പണിക്കാർ പറഞ്ഞ കൂട്ടാക്കണില്ല. ആകെ മാലിന്യം കണ്ടത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുക. 2-3 പ്രാവശ്യം, 3-ാമത്തെ പ്രാവശ്യം ഇവിടെ തന്നെ ചെന്ന് പറഞ്ഞു. അവർ വന്ന നടപടികൾ ചെയ്യുന്നുണ്ട്. പൗഡറൊക്കെ BC പൗഡറൊക്കെ കൊടുത്തിട്ട് കൃഷി ഓഫീസർ വരാൻ പറഞ്ഞു. അടിയന്തരമായി ക്യാമറ സ്ഥാപിച്ചാൽ മാത്രമേ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ കഴിയൂവെന്നും നഗരസഭ ക്യാമറ സ്ഥാപിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിച്ചതായും കൗൺസിലർ CJ ജിന്നി അറിയിച്ചു. നിലവിലുണ്ടായ സാഹചര്യം ഇവിടുത്തെ വൈസ് ചെയർമാനെ ഇവിടുത്തെ കൗൺസിലർ കൂടെ അറിയിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വരികയും അവർ കോറിലേഷൻ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കൃഷി ഓഫീസറെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ വന്നിട്ട് വേണ്ട പരിശോധന നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് ക്യാമറ വെക്കുക എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ നഗരസഭ ഒരു ക്യാമറ ഇവിടെ വെക്കാനുള്ള കുറിച്ച് പാസ്സായാലാണ്. അത് അടുത്ത ദിവസം തന്നെ വെക്കും. അപ്പോൾ അത് പറ്റിയില്ലെങ്കിൽ ഒരെണ്ണം വെക്കാവുന്ന സംവിധാനം ഉണ്ടായാലാണ് അത് പൂർണ്ണമായി പരിഹരിക്കാൻ സാധിക്കുന്നത്. മേഖലയിൽ ക്യാമറ സ്ഥാപിക്കണമെന്നത് നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണെന്നും അടിയന്തരമായി പരിഹരിക്കണമെന്നും മാലിന്യം തള്ളുന്നവരെ പിടികൂടി കർശന നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകണമെന്നും ജനങ്ങൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലഹരിക്കെതിരെ മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന വാക്ക് എഗെയിൻസ്റ്റ് ഡ്രഗ്സ് സെപ്റ്റംബർ 24-ന് പാലക്കാട്ട് നടക്കും. ലഹരി വ്യാപനത്തിൻ്റെ ഹബ്ബായി കേരളം മാറുകയാണെന്നും ലഹരി മാഫിയയെ പ്രോത്സാഹിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും പരിപാടിയെക്കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ VK ശ്രീകണ്ഠൻ MP ആരോപിച്ചു. ലഹരിയുടെ ഉപയോഗവും വ്യാപനവും കേരളത്തിൽ അതിവേഗം പടരുകയാണ്. വൻ മാഫിയകളാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് VK ശ്രീകണ്ഠൻ MP ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന അക്രമങ്ങളിൽ പ്രതിയാവുന്ന വിദ്യാസമ്പന്നരായ യുവാക്കൾ ലഹരിക്ക് അടിമപ്പെട്ടവരാണ്. കുടുംബ ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും തകർക്കുന്ന നിലയിലേക്ക് ലഹരി ഉപയോഗം വ്യാപിച്ചു. ആധുനിക രീതിയിൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ലഹരിയുടെ വിൽപ്പനയും ഉപയോഗവും നടക്കുന്നത്. ഇത് അമർച്ച ചെയ്യാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശക്തമായി ഇടപെടേണ്ടതുണ്ട്. 24-ന് വിക്ടോറിയ കോളേജ് പരിസരത്തു നിന്ന് ആരംഭിക്കുന്ന വാക്കത്തോണിൽ വിദ്യാർത്ഥികൾ, സന്നദ്ധ സംഘടന, കായിക സംഘടനാ പ്രവർത്തകർ, സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ, ജീവനക്കാർ ഉൾപ്പെടെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലെ ആയിരക്കണക്കിന് പേർ പങ്കെടുക്കും. ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് ശേഷം തുടർ പ്രവർത്തികൾ ആസൂത്രണം ചെയ്യുമെന്നും MP VK ശ്രീകണ്ഠൻ പറഞ്ഞു. എല്ലാവരുടെയും പങ്കാളിത്തം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങളും ഇതിൻ്റെ പങ്കാളികളാകണം. ഏറ്റവും വലിയ വിപത്തായി മാറിയ ഈ ലഹരി ഉപയോഗത്തിനെതിരായി നടക്കുന്ന വലിയൊരു പ്രചരണമാണ്. ഇത് തുടക്കമാണ്. ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനല്ല. കേരളം ഒട്ടുക്കും പ്രൗഡ് കേരളയുടെ നേതൃത്വത്തിൽ കേരളത്തെ മയക്കുമരുന്നിൽ നിന്നും, ഭാവി തലമുറയെ മയക്കുമരുന്നിൽ നിന്നും, ഈ ആസക്തിയിൽ നിന്നൊക്കെ ബോധവൽക്കരിച്ച് അവരെയൊക്കെ പിൻവലിപ്പിച്ച് സമൂഹത്തിനൊരു സുരക്ഷിതത്വം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഈ ഒരു പരിപാടി നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ കോർഡിനേറ്റർമാരായ PV രാജേഷ്, കിദർ മുഹമ്മദ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ സ്കൂൾ ബസ് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു കയറിയ അപകടം. ചെറുവാൾ പാഴായി റോഡിൽ രാവിലെയാണ് അപകടം നടന്നത്. ആർക്കും പരിക്കില്ല. ഭക്തിയുടെ നിറവിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം. ക്ഷേത്രങ്ങളിൽ വിശേഷ പൂജകളും ബൊമ്മക്കൊലുവും ഒരുക്കി. ഭവനങ്ങളിലും ബൊമ്മക്കൊലു ഒരുക്കുന്ന പതിവുണ്ട്. നവരാത്രിയുടെ ഭാഗമായി ഷൊർണൂർ ശ്രീ മാരിയമ്മൻ ക്ഷേത്രത്തിൽ വിശേഷ പൂജകൾ തുടങ്ങി. പൂജകൾക്കുള്ള സാധന സാമഗ്രികളുടെ വിപണിയും സജീവമായിട്ടുണ്ട്. തിങ്കളാഴ്ച നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായതോടെ ഇനി 9 നാൾ ക്ഷേത്രങ്ങളിൽ നവരാത്രി ആഘോഷ പരിപാടികളും പ്രത്യേക പൂജകളും നടക്കും. ഷൊർണൂർ ശ്രീ മഹാമാരിയമ്മൻ ക്ഷേത്രത്തിലും വിപുലമായ രീതിയിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. പൂജാരി അനിൽ രാവിലെയും വൈകിട്ടും നടന്ന പൂജാതി കർമ്മങ്ങൾക്ക് കാർമേയത്വം നൽകി. പതിവ് പോലെ ക്ഷേത്രത്തിൽ വിപുലമായ രീതിയിൽ ബൊമ്മക്കൊല്ലുവും ഒരുക്കിയിട്ടുണ്ട്. ബൊമ്മക്കൊല്ലുവിൻ്റെ ഐതിഹ്യം ഇങ്ങനെ:
ക്ഷേത്ര കമ്മിറ്റി പ്രതിനിധി മുരുകേശൻ ഐതിഹ്യത്തെക്കുറിച്ച് വിശദീകരിച്ചു. ബൊമ്മക്കൊലുവിൻ്റെ ഐതിഹ്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൊമ്മക്കൊലു രാവണ യുദ്ധം നടക്കുന്ന സമയത്ത് ദേവന്മാരെല്ലാവരും ഒരേ ആ ഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതേ സമയത്ത് തന്നെയാണ് ദേവി അസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് പോയത്. അതേ സമയത്ത് തന്നെയായിരുന്നു. അപ്പോൾ അത് ദേവന്മാർക്ക് അത് കാണാൻ സാധിച്ചില്ല. അപ്പോൾ അസുരന്മാരെ കൊല്ലാൻ വേണ്ടി ദേവി പോയി, മഹിഷാസുരനെ കൊല്ലാൻ വേണ്ടി ദേവി പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കളിമൺ പാത്രം ചെയ്ത് ജീവിക്കുന്ന അവരാണ് അത് കണ്ടത്. അവർ ആ സംഭവം കാണണമെന്ന് ദേവന്മാർ പറഞ്ഞ സമയത്ത് ആ കളിമണ്ണ് കൊണ്ട് ബൊമ്മപ്രതിമകൾ ഉണ്ടാക്കി ദേവന്മാർക്കെല്ലാം കാണിച്ചു കൊടുത്തു. അതിൻ്റെ തുടർന്നാണ് ഈ ബൊമ്മക്കൊലു എന്നുള്ള ഉത്ഭവം വന്നത്. അതിന് പിന്നെ കാലാന്തരത്തിൽ ചില പരിഷ്കാരങ്ങളൊക്കെ വരുത്തി 9 ദിവസം നവരാത്രി ആഘോഷിക്കുന്ന സമയത്ത് 9 പടിയിൽ ബൊമ്മ വയ്ക്കുന്നതും അതിന് ഓരോ ആവിർഭാവങ്ങൾ, അതായത് പുഴുവിൽ നിന്ന് മനുഷ്യൻ ചെടി കൊടി മനുഷ്യൻ എന്ന് വഴിക്ക് മഹാത്മാന്മാരും അതുമാതിരി ദേവന്മാരും ദൈവങ്ങളുടെയും ആ സ്ഥാനത്തേക്ക് എത്തുന്ന ആ 9 പടികളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൽ ഇനി 9 നാൾ പ്രത്യേക പൂജകളും വിശേഷാൽ പരിപാടികളും നടക്കും. ഇതോടൊപ്പം പൂജവെപ്പും ഉണ്ടായിരിക്കും. പൂജകൾക്കുള്ള സാധന സാമഗ്രികളുടെ വിപണിയും നഗരത്തിൽ സജീവമായി കഴിഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കർഷക തൊഴിലാളി യൂണിയൻ കേരളശ്ശേരി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാന സംഗമം നടത്തി. പെൻഷൻ കൈക്കൂലിയല്ല അവകാശമാണെന്ന മുദ്രാവാക്യവുമായാണ് സംഗമം സംഘടിപ്പിച്ചത്. പെൻഷൻ വാങ്ങുന്നവരും കർഷക തൊഴിലാളികളും ചടങ്ങിൽ പങ്കെടുത്തു. KSKTU ജില്ലാ പ്രസിഡന്റ് ടി.എൻ. കണ്ടമുത്തൻ ഉദ്ഘാടനം ചെയ്തു. P.K. രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PC ജയരാജ്, അഡ്വക്കേറ്റ് K.A. ബാലസുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ, ഉണ്ണികൃഷ്ണൻ പൂന്താനം എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ഓണത്തിന് മുമ്പ് 2 മാസത്തെ പെൻഷൻ വാങ്ങിയ ഭൂരിപക്ഷം പേരും ഇവിടെ ഇരിക്കുന്നവരുണ്ട് എന്നാണ്. അപ്പോൾ സത്യമാണോ നുണയാണോ എന്നുള്ളത് നമുക്ക് കോൺഗ്രസ്സുകാരോടും BJPക്കാരും ചോദിക്കണം. ആര് ചോദിക്കണം? നിങ്ങൾ ചോദിക്കണം. അവർ നിർത്താൻ പോകും എന്നതാണ് ഇപ്പോഴുള്ള വർത്തമാനം. അപ്പോൾ നിർത്താൻ അനുവദിച്ചുകൂടാ. ഇത് സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് അവരോട് പറയാൻ കഴിയും. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാ പറയുക? പിലാത്രയിൽ കേരള പ്രദേശ് കോൺഗ്രസ് മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഗാസ ഖത്തർ ഐക്യദാർഢ്യ റാലി നടത്തി. പിലാത്ര മുതൽ മുരുക്കുംപറ്റ വരെയായിരുന്നു റാലി. രാഹുൽ ഗാന്ധി സിന്ദാബാദ്, രാഹുൽ ഗാന്ധി സിന്ദാബാദ്, സാമ്രാജ്യത്വം തുലയട്ടെ. തുടർന്ന് നടന്ന ഐക്യദാർഢ്യ യോഗം മൈനോറിറ്റി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അസീസ് പട്ടാമ്പി ഉദ്ഘാടനം ചെയ്തു. MP മുജീബ് അധ്യക്ഷത വഹിച്ചു. KK സാജൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി KP മുഹമ്മദ് അലി മുഖ്യപ്രഭാഷണം നടത്തി. ഗിരീശൻ മാസ്റ്റർ, PS ജഗദീഷ് ശങ്കർ, അബൂബക്കർ സിദ്ദിഖ്, K കബീർ, K ബഷീർ, P സൂര്യനാരായണൻ, K ഷമീർ, P അബ്ദുൽ ഖാദർ, CP നജീബ് എന്നിവർ പ്രസംഗിച്ചു. കോട്ടായി ഗവൺമെൻറ് ഹൈസ്കൂളിൽ ടിങ്കറിംഗ് ലാബിൻ്റെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റാർട്ടപ്പ് മിഷനും SSKയും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ടിങ്കറിംഗ് ലാബ്. കരികുലത്തിലെ വിവിധ പഠന പ്രവർത്തനങ്ങളുമായി കോർത്തിണക്കി ശാസ്ത്രീയമായ രീതിയിൽ നൂതന ആശയങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കോട്ടായി ഗവൺമെൻറ് ഹൈസ്കൂളിൽ സ്ഥാപിച്ച ലാബിൻ്റെ ഉദ്ഘാടനം കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S സതീഷ് നിർവഹിച്ചു. കുഴൽമന്ദം BPC അഭിലാഷ തച്ചങ്കോട് അധ്യക്ഷനായി. പ്രിൻസിപ്പൽ P മണികണ്ഠൻ, പ്രധാനാധ്യാപിക BD ബിന്ദു, BRC ട്രെയിനർ ഡോക്ടർ S ജഷി, N നിഷാന, അധ്യാപകരായ MR ജിജില, KC ഗിരീഷ് കുമാർ, K രേഖ, EV സോഫിയ, K ഉഷ, MR അനജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങളുമായി BJP പറളി തേനൂർ മേഖലാ കമ്മിറ്റികളുടെ ശില്പശാല പറളി ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു. പാലക്കാട് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് E കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. മഹേഷ് മനക്കമ്പാട് അധ്യക്ഷത വഹിച്ചു. പറളി പഞ്ചായത്ത് ഇൻചാർജ് KM ബിന്ദു രാജഗോപാൽ, OBC മോർച്ച ജില്ലാ സെക്രട്ടറി സുഭാഷ് മങ്കര, SC മോർച്ച ജില്ലാ സെക്രട്ടറി സുരേഷ്,
കോങ്ങാട് മണ്ഡലം സെക്രട്ടറി ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം പിറന്നാളിൻ്റെ ഭാഗമായി പറളിയിലെ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. ഡിവൈഎഫ്ഐ ലക്കിടിപ്പേരൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗ്രാമോത്സവം മതസൗഹാർദ്ദത്തിൻ്റെയും മതമൈത്രിയുടെയും ഐക്യത്തിൻ്റെയും വേദിയായി. ഡിവൈഎഫ്ഐയുടെ 11 യൂണിറ്റുകളിൽ നിന്നായി പുറപ്പെട്ട ഘോഷയാത്ര രാത്രിയോടെ ഗ്രാമോത്സവ നഗരിയിൽ എത്തിച്ചേർന്നു. വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ എത്തിയ ഘോഷയാത്രയിൽ സാംസ്കാരിക ഘോഷയാത്ര, നാടൻപാട്ട്, ദഫ്മുട്ട്, ബാൻഡ് വാദ്യം, ഡാൻസ്, നാടൻ കലകൾ, DJ വാദ്യമേളങ്ങൾ എന്നിവ അകമ്പടിയായി. രാത്രിയോടെ വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിലെത്തിയ ഘോഷയാത്രകൾ പെരുമ്പറമ്പ് ഗ്രാമോത്സവ മൈതാനിയിൽ ഒത്തുചേർന്നു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ M. ഷാജർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം ആരും മതം നോക്കി വോട്ട് ചെയ്യുന്നവരല്ല, ആരും ജാതി പറഞ്ഞ് വോട്ട് ചെയ്യുന്നവരല്ല. മനുഷ്യന് രാഷ്ട്രീയമുണ്ട്, അവരുടെ ചിഹ്നമുണ്ട്, അവരുടെ ഉറച്ച രാഷ്ട്രീയ ബോധ്യമുണ്ട്. അങ്ങനെ ഉറച്ച മതനിരപേക്ഷ മൂല്യത്തിൽ നിൽക്കുന്ന കേരളം എന്ന ഒരു സമൂഹത്തിൽ കേവലമായി അതിന്റെ കൂടിൽ കൊണ്ടുവന്നിട്ട് വർഗീയത പറഞ്ഞിട്ടോ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ടോ ഒന്നും അവർക്ക് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വർഗീയവാദികൾക്ക് സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോ ഇനി അങ്ങോട്ട് രക്ഷപ്പെടണമെങ്കിൽ കേരളത്തിലെ മനുഷ്യനെ മതപരമായി ഭിന്നിപ്പിച്ചതിന്റെ സാമൂഹ്യ അടിത്തറ തകർക്കണം. ആ സാമൂഹ്യ അടിത്തറ ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും EMS ഇങ്ങോട്ടുണ്ടാക്കലാണ്. ആ സാമൂഹ്യ അടിത്തറയെ തകർക്കാതെ ഒരു കാരണവശാലും കേരളത്തിലെ ഒരു വർഗീയ ശക്തികൾക്കും വിജയിക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവിലാണ്. സ്വാഗത സംഘം കൺവീനർ റിസ്വാൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA മുഖ്യാതിഥിയായി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും കലാകാരന്മാരെയും അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ്, CPM ഏരിയ സെക്രട്ടറി കൃഷ്ണദാസ് എന്നിവർ ഉപഹാരം നൽകി ആദരിച്ചു. പ്ലേബാക്ക് സിംഗർ ശ്രീഹരി അവതരിപ്പിച്ച ഗാനാലാപനവും ഉണ്ടായി. ചടങ്ങിൽ സിനിമാ സീരിയൽ നടൻ ഷാജിയെയും ശ്രീഹരിയെയും ആദരിച്ചു. CPIM ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ്, പഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന പ്രസാദ്, PK പ്രമോദ്, PS അബ്ദുൽ മുത്തലിവി, ഗിരീഷ്, ജിതേഷ്, പഞ്ചായത്ത് അംഗം മണികണ്ഠൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ O. സുരേഷ് സ്വാഗതവും ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് നാടൻപാട്ടുമുണ്ടായി. വൻ ജനാവലിയാണ് ഗ്രാമോത്സവത്തിലും ഘോഷയാത്രയിലും പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വെളിച്ചമാണ് തിരുദൂതർ. ജമാഅത്തെ ഇസ്ലാമി കോങ്ങാട് ഏരിയ സംഘടിപ്പിച്ച പുസ്തക ചർച്ച ആശയ അഭിപ്രായ വൈവിധ്യങ്ങളുടെ സംഗമവേദിയായി. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർമാൻ ഡോക്ടർ PP വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വംശീയത ലോകത്ത് പടർന്നു പന്തലിക്കുമ്പോൾ സ്നേഹവും സാഹോദര്യവും ലോകത്തിന് പഠിപ്പിച്ച മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള വായനകളും ചർച്ചകളും കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് വിജയകുമാർ പറഞ്ഞു. സ്നേഹവും സാഹോദര്യവും ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ ഞാൻ ഈ പുസ്തകം വായിച്ചതിൻ്റെ ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഓരോ അധ്യായത്തെക്കുറിച്ചൊന്നും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. ഞാനത് എഴുതി വെച്ചിട്ടൊന്നുമില്ല. അങ്ങനെ എഴുതി വയ്ക്കണമെങ്കിൽ ഓരോ അധ്യായം നോക്കി ഓരോ പാരഗ്രാഫ് എടുത്ത് അത് എഴുതി വെച്ചിട്ട് അതൊക്കെ വായിച്ചാൽ മതി. പക്ഷെ ഞാനതല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ പുസ്തകം ഒരു തവണയാണ് വായിച്ചത്. പല തിരക്കിനിടയിൽ പുസ്തകം വായിച്ചു, ഉണക്കി വെച്ചു, പിന്നീട് വീണ്ടും വായിച്ചു. അങ്ങനെ ഒരു തവണ പുസ്തകം പൂർത്തിയായി. സത്യത്തിൽ ഈ പുസ്തകം GK എഴുത്തുകാരത്തിനെ എഴുതിയ വെളിച്ചമാണ് തിരുദൂതർ എന്ന ഈ പുസ്തകം, തിരുദൂതർ എന്ന ഈ പുസ്തകം ഒരു പഠന വിഷയമാക്കേണ്ട പുസ്തകമാണ്. ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് A. ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ളവർ ചർച്ചാ സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് ബുഷൈറുദ്ദീൻ സർഖി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം ഷക്കീർ അഹമ്മദ് സമാപന ഭാഷണം നിർവഹിച്ചു. ഏരിയ സെക്രട്ടറി സിദ്ദിഖ് മാസ്റ്റർ സ്വാഗതവും മുസ്തഫ കൊട്ടശ്ശേരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പോഷണമാസാചരണത്തിൻ്റെ ഭാഗമായി അമ്പലപ്പാറയിൽ ന്യൂട്രീഷൻ എക്സിബിഷൻ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ ICDS നേതൃത്വത്തിൽ നടത്തിയ എക്സിബിഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സമ്പുഷ്ട കേരളം പോഷണ അഭിയാൻ്റെ ഭാഗമായാണ് സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 16 വരെ പോഷണമാസം ആചരിക്കുന്നത്. ഇതോടനുബന്ധിച്ച് അമ്പലപ്പാറ പഞ്ചായത്ത് ICDSൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ന്യൂട്രീഷൻ എക്സിബിഷനിൽ 38 അംഗൻവാടികളിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന ഭക്ഷണമാണ്
പ്രദർശിപ്പിച്ചത്. പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് ഖാസിം അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ ലക്ഷ്മി സുധാകർ സ്വാഗതം പറഞ്ഞു. പാലക്കാട് ജില്ലാ ICDS സെൽ പ്രോഗ്രാം ഓഫീസർ TV മിനിമോൾ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM ബിന്ദു, പഞ്ചായത്ത് അംഗങ്ങളായ PU വിനീത, A വിജിത, V ധന്യ, PB ധന്യ, സൗദ സലീം, P ഗംഗാധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. അംഗൻവാടി വർക്കർ സത്യഭാമ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖല വനിതാ കൺവെൻഷൻ നടത്തി. അസോസിയേഷൻ സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം K കുമാരി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ മഞ്ഞക്കാട് മേഖലാ കമ്മിറ്റി ഓഫീസിലായിരുന്നു വനിതാ കൺവെൻഷൻ. സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം K കുമാരി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ആദ്യം മുതൽ ഈ കോവിഡ് കാലത്ത് നമുക്ക് അനുവദിച്ചിരുന്ന ഒരു ആനുകൂല്യം നഷ്ടമായിരിക്കും. എന്താ റെയിൽവേ കൺസെഷൻ, റെയിൽവേ ടിക്കറ്റിൻ്റെ കൺസെഷൻ, അത് ഇനിയും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പ്രക്ഷോഭങ്ങളും സമരങ്ങളും അതുപോലെ നിവേദനങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അധികാരികൾ വേണ്ടത്ര ശ്രദ്ധയിൽപ്പെടാൻ അവരത് കണക്കാക്കണില്ല എന്നുള്ളത് വളരെ ദയനീയമായ ഒരവസ്ഥയാണ്. വനിതാ കമ്മിറ്റി മേഖലാ പ്രസിഡന്റ് K ശ്രീമതി അധ്യക്ഷത വഹിച്ചു. മേഖലാ കമ്മിറ്റി അംഗം V ഹേമലത സ്വാഗതം പറഞ്ഞു. ചുടുവാലത്തൂർ വനിതാ കമ്മിറ്റി അംഗം K ദേവകി അനുശോചന പ്രമേയവും കൺവീനർ P പത്മജ റിപ്പോർട്ടും അവതരിപ്പിച്ചു. മേഖലാ ഭാരവാഹികളായ K ചന്ദ്രൻ, N ലോഹിതാക്ഷൻ, NR സതീന്ദ്രൻ, KT രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സൗജന്യ ഭക്ഷ്യകിറ്റ് നൽകണമെന്നും ഷൊർണൂർ ഗവൺമെൻറ് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പ്രസവ വാർഡ് ആരംഭിക്കണമെന്നും മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ക്യൂ ഏർപ്പെടുത്തണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഭാരവാഹികളായി K ലക്ഷ്മിക്കുട്ടി പ്രസിഡന്റ്, K ശ്രീമതി, NC സീത, TK ഇന്ദിര വൈസ് പ്രസിഡന്റുമാർ, PA പത്മജ സെക്രട്ടറി, P പത്മിനി, V വസന്ത, M ദേവകി ജോയിന്റ് സെക്രട്ടറിമാർ, V ഹേമലത ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ ഭരണസമിതിയിലേക്ക് LDF പാനൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രഥമ ഭരണസമിതി യോഗത്തിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനായ S സുഭാഷ് ചന്ദ്രബോസിനെ തെരഞ്ഞെടുത്തു. ഡോക്ടർ P ജയദാസൻ തടുക്കശ്ശേരി, K വിജയൻ പറളി, K ദേവദാസ് പൊൽപ്പുള്ളി, P പ്രമോദ് മണ്ണൂർ നഗരിപ്പുറം, KB സുധീർ മങ്കര, VV വിജയൻ, A വിനോദ്, K ഉഷ, ഗീത സതീഷ്, K V ബാബു എന്നിവരാണ് ഭരണസമിതി അംഗങ്ങൾ. തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സഹകരണ അസിസ്റ്റന്റ് ഡയറക്ടർ M വിശ്വം ഭരണാധികാരിയായിരുന്നു. ഷൊർണൂർ ഗണേശ് ഗിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരവം 2025 എന്ന പേരിൽ കലോത്സവം സംഘടിപ്പിച്ചു. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം ഗൗതമി പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ ഗണേശഗിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരവം 2025 എന്ന പേരിലാണ് തിങ്കളാഴ്ച കലോത്സവം സംഘടിപ്പിച്ചത്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5 ഫൈനലിസ്റ്റ് ഗൗതമി പ്രശാന്ത് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും നന്നായി ചെയ്യണം, ടെൻഷനൊന്നും വേണ്ട, കൂളായിട്ട് നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ കലോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കും. തുടർന്ന് വേദിയെയും സദസ്സിനെയും ആവേശത്തിലാക്കി ഗൗതമിയുടെ ഗാനാലാപനവും ഉണ്ടായി. ഉദ്ഘാടന ചടങ്ങിൽ PTA പ്രസിഡന്റ് VN മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സുരേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൗൺസിലർ നന്ദകുമാർ വിശിഷ്ടാതിഥിയായിരുന്നു. HM ലക്ഷ്മിദേവി, P പ്രശാന്ത്, K മധു, കൺവീനർ ലൂന ടീച്ചർ, ഡോക്ടർ KR ധന്യ എന്നിവർ സംസാരിച്ചു. തുടർന്ന് +2 വിദ്യാർത്ഥിനിയുടെ രംഗപൂജയോടുകൂടി കലോത്സവ പരിപാടികൾക്ക് അരങ്ങുണർന്നു.
കലോത്സവത്തിൻ്റെ ഭാഗമായി വിവിധ വിദ്യാർത്ഥികളുടെ മത്സരങ്ങളും അരങ്ങേറി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പറളി ഹൈസ്കൂളിലെ 1977-78 SSLC ബാച്ചിൻ്റെ സംഗമം സംഘടിപ്പിച്ചു. 47 വർഷങ്ങൾക്ക് ശേഷമുള്ള സഹപാഠികളുടെ സംഗമവേദിയായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം മാറി. പൂർവ്വ വിദ്യാർത്ഥികളായ PC അശോക് കുമാർ, T ഗംഗാധരൻ, അനിൽകുമാർ, TM വത്സൻ, ഗുരുവായൂരപ്പൻ, കൃഷ്ണദാസ്, ഭക്തവത്സലൻ, ചന്ദ്രിക, പ്രദീപ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് PM ഉപേന്ദ്രൻ്റെ മാജിക് ഷോ നടന്നു. സാന്ദ്രയുടെ നൃത്തപരിപാടിയോടെയായിരുന്നു സമാപനം. തൃശൂർ ഭദ്ര സ്കൂളിൻ്റെ കലോത്സവം 27-ാം തീയതി ശനിയാഴ്ച ചേലക്കര വട്ടുള്ളി സെൻറ്റ് ജോർജ് ബജ്ഹോം യാക്കോബായ സുറിയാനി പള്ളി പാരിഷ് ഹാളിൽ നടക്കുമെന്ന് ചേലക്കരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘാടകർ അറിയിച്ചു. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ 37 പള്ളികളിൽ നിന്നും മേഖലാ കലോത്സവത്തിൽ 300ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. കലോത്സവം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെയാണ് 3 വേദികളിലായി നടക്കുന്നത്. വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം തൃശൂർ ഭദ്രാസനാധിപൻ ഫാദർ ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലിംബീസ് മെട്രോപൊളിറ്റ നിർവഹിക്കും. വട്ടോളി പള്ളി വികാരി ഫാദർ തോമസ് നെടിയാപ്പാലക്കൽ അധ്യക്ഷത വഹിക്കും. മറ്റു വിവിധ വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികളായ CP ബെന്നി ചിറപ്പുറത്ത്, ജോസ് ചള്ളിക്കാട്ടിൽ, TV ബിനോയ് തെക്കുമടത്തിൽ, CG ബിനോരാജ്, MI തങ്കച്ചൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ കലോത്സവത്തിന്റെ സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തൃശൂർ ഭദ്രാസനാധിപൻ അഭിയജ്ഞ ഡോക്ടർ കുര്യാക്കോസ് മാർ ക്ലീമീസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടനം നിർവഹിക്കുന്നതും ഉദ്ഘാടന പൊതുസമ്മേളനത്തെ അധ്യക്ഷത പദം അലങ്കരിക്കുന്നത് വട്ടുള്ളി സെന്റ് ജോർജ് ബേത്ലഹേം യാക്കോബായ സുറിയാനി പള്ളി വികാരിയായിരിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട റവറൻ ഫാദർ തോമസ് നെടിയാപ്പാലക്കൽ അധ്യക്ഷത വഹിക്കുന്നതുമാണ്. തുടർന്ന് ഭദ്രാസന കമ്മിറ്റി അംഗങ്ങളും ഭദ്രാസന ഡയറക്ടർ ശ്രീ ബെന്നി CP, ഭാരവാഹികളെ എല്ലാവരും നേതൃത്വം നൽകുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മാറ്റൊലി. ശബരിമലയിൽ സംസ്ഥാന സർക്കാർ താൽപര്യപ്രകാരം സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം പരാജയമായെന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുണ്ട്. അതേസമയം സംഗമം വൻ വിജയമായെന്ന് സർക്കാർ വൃത്തങ്ങൾ അവകാശപ്പെടുന്നു. നിങ്ങൾ എന്തു കരുതുന്നു? മാറ്റൊലിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കാണാം. സർക്കാർ നടത്തിയ അയ്യപ്പ ആഗോള സംഗമം ഏറ്റവും വലിയ കോമാളി സർക്കസാണ് എന്നതിന് യാതൊരു സംശയം വേണ്ട. വരാനിരിക്കുന്ന ശബരിമല സീസൺ മുന്നിൽ കണ്ടുകൊണ്ടും മുൻകാലങ്ങളിൽ ശബരിമല അയ്യപ്പനോട് ചെയ്ത ക്രൂരതയ്ക്കും വൃത്തികേടുകൾക്കും മാപ്പ് ഇരന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ മാപ്പ് അപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു സംഗമമാണ് ഇത്. അത് ആളുകളെ ക്ഷണിച്ചു വരുത്തി അപമാനിക്കുന്നതിന് തുല്യമാണ്. ഈ ലോകത്തിലെ എല്ലാ അയ്യപ്പ ഭക്തരോടുള്ള വെല്ലുവിളിയും അതുപോലെ തന്നെ സംസ്ഥാപരാധം പൊറുക്കലുമാണ് ഈ ആഗോള സംഗമം എന്ന് ഞാൻ എൻ്റെ വിലയേറിയ അഭിപ്രായം. കാരണം സർക്കാർ ഖജനാവിൽ നിന്ന് ഫണ്ടെടുത്ത് ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടത്തേണ്ട യാതൊരു കാര്യമില്ല. അത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടും അയ്യപ്പനോട് ചെയ്തിട്ടുള്ള ക്രൂരതയ്ക്കും ഉള്ള മാപ്പ് അപേക്ഷയാണ് എന്നാണ് എൻ്റെ വിലയേറിയ അഭിപ്രായം. പ്രഹസന പരിപാടി, സർക്കാർ സ്പോൺസേഡ് പരിപാടി നടത്തി. അതെന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തെ ഒരു ജനങ്ങളുടെ ഒരു ആധ്യാത്മിക കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഭക്തിയുടെ കാര്യങ്ങൾക്കോ ഉതകുന്ന ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അത് നടപ്പിലാക്കിയില്ല എന്ന് മാത്രമല്ല അത് ജനങ്ങൾ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തത്. അതിനൊരു ഉദാഹരണമാണ് അതിലുള്ള ജനങ്ങളുടെ പ്രാതിനിധ്യത്തിൻ്റെ കുറവെന്ന് പറയുന്നത്. കാരണം സമൂഹത്തിൽ, ഈ പരിഷ്കൃത സമൂഹത്തിൽ ഭക്തിയുടെ പേര് പറഞ്ഞ് മുതലെടുപ്പ് രാഷ്ട്രീയം നടത്തിയത് സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ് ഈ പറയുന്ന അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞതിനുള്ള പ്രധാന കാരണമായിട്ട് ഞാൻ വ്യക്തിപരമായി കാണുന്നത്. അതുമാത്രവുമല്ല, ഇതെന്ന് പറയുന്ന ഒരു സർക്കാർ സ്പോൺസർ ചെയ്യേണ്ട കാര്യമല്ല ഒരു വ്യക്തിയുടെ ആധ്യാത്മികത എന്ന് പറയുന്നത്. അത് വ്യക്തിയധിഷ്ഠിതമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കിപ്പോൾ ഞാനൊരു വിശ്വാസിയാണ്. എൻ്റെ വിശ്വാസത്തെ കൈകടത്താൻ ഒരാളോടും ഞാൻ അനുവദിക്കാറില്ല. അത് സർക്കാർ
ഏറ്റെടുക്കേണ്ട ഒരു കാര്യമല്ല ഒരു വ്യക്തിയുടെ ആധ്യാത്മികതയുടെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതിനെതിരെ ഈ പറയുന്ന പരിപാടിക്ക് എതിര് തന്നെയാണ് എന്തായാലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി അയ്യപ്പ ഭക്തനാണെന്ന അഭിപ്രായം വെള്ളാപ്പള്ളിയുടേതെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം. താൻ അറിയുന്ന പിണറായി വിജയൻ മാർക്സിസ്റ്റാണ്. GST നിരക്കിലെ മാറ്റം നിയമവിരുദ്ധം. മാറ്റം ട്രംപിനെ തൃപ്തിപ്പെടുത്താൻ. രാജ്യത്ത് തൊഴിൽ മേഖലയിൽ പ്രതിസന്ധികൾ രൂക്ഷമെന്നും എളമരം കരീം. പാലക്കാട്ട് CITU ജില്ലാ കൗൺസിൽ. അയ്യപ്പ സംഗമം വൻ പരാജയമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. സംഘാടകരുടെ കാപട്യം അയ്യപ്പ ഭക്തർ തിരിച്ചറിഞ്ഞു. KPSTA വിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്ക് ഒറ്റപ്പാലത്ത് സ്വീകരണം. ലഹരിക്കെതിരെ മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് 24-ന് പാലക്കാട്ട്. സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേട് മൂലം കേരളം ലഹരിയുടെ ഹബ്ബായി മാറിയെന്ന് VK ശ്രീകണ്ഠൻ MP. പശ്ചാത്തല മേഖലയിലെ വികസനത്തിൽ കേരളം ചരിത്രപരമായ മുന്നേറ്റമാണ് കൈവരിച്ചതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ദേശീയപാത വികസനം ഒരു ഉദാഹരണം മാത്രം. സംസ്ഥാനത്ത് 8000 കിലോമീറ്റർ ദൂരം പൊതുമരാമത്ത് റോഡുകൾ ആധുനിക രീതിയിൽ നവീകരിക്കാൻ സർക്കാരിനായെന്നും മന്ത്രി. തൃത്താല മണ്ഡലത്തിലെ നവീകരണം പൂർത്തിയായ കാലടി ആനക്കര റോഡ് നാടിന് സമർപ്പിച്ചു. ഒറ്റപ്പാലത്ത് പട്ടാപ്പകൽ കവർച്ച. തമിഴ്നാട് സ്വദേശിയായ യുവതിയുടെ വീട്ടിൽ നിന്ന് സ്വർണവും പണവും കവർന്നു. നഷ്ടപ്പെട്ടത് 2 പവൻ സ്വർണവും 42,000 രൂപയും. വടക്കാഞ്ചേരിയിൽ യുവാവിന്റെ ആത്മഹത്യ. വനം വകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാക്കി BJP. വടക്കാഞ്ചേരി ഫോറസ്റ്റ് സ്റ്റേഷൻ BJP പ്രവർത്തകർ ഉപരോധിച്ചു. കാട്ടുപന്നി ഇറച്ചി വാങ്ങിയെന്ന കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് സ്വദേശി മിഥുൻ ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ ദിവസം. മിഥുന്റെ കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി നൽകും വരെ സമരമെന്ന് BJP നേതാക്കൾ. ഭക്തിയുടെ നിറവിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം. ക്ഷേത്രങ്ങളിൽ വിശേഷ ചടങ്ങുകൾ. ബൊമ്മക്കൊലുവൊരുക്കി വിശ്വാസികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.